അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നേരെയുള്ള ആക്രമണം അത് 4-ാം ദിവസത്തിലേക്ക് കടന്നതോടുകൂടി ഇരു കൂട്ടർക്കും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഈ രാജ്യങ്ങളിൽ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ യുദ്ധം ബാധിക്കുന്നു എന്നർത്ഥം. കൂടാതെ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടാകുന്നു. ഇപ്പം നമുക്കറിയാം F-22 പോലെയുള്ള F-35 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ അമേരിക്ക ആക്രമണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ താഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ഈ ആകാശമാർഗമുള്ള ആക്രമണത്തെ തടയാനായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ ഈ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഈ ഇറാൻ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രോണുകൾ നിർമ്മിച്ച് ആക്രമിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി അല്ലെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ 4 ഇരട്ടി തുകയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും നിർമ്മിക്കേണ്ടി വരുന്നു. ഇപ്പോൾ AGM-158 പോലെയുള്ള എയർ ലോഞ്ച്ഡ് സംവിധാനങ്ങളൊക്കെ തന്നെ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇറാൻ ഡ്രോൺ നിർമ്മാണത്തിനായിട്ട് ഏതാണ്ട് 29 ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ അല്ലെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ചെലവാക്കുന്നത് 33 കോടി രൂപയാണ്. അപ്പോൾ നിർമ്മാണ ചെലവിനേക്കാൾ എത്രയോ ഇരട്ടി ചെലവഴിച്ചെങ്കിൽ മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നുള്ളൂ. ശരിക്കും F-25 എന്ന് പറയുന്ന 5-ാം തലമുറ യുദ്ധവിമാനം, ഈ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള ഈ യുദ്ധവിമാനത്തിന് ഏതാണ്ട് $300 മില്യൺ ചെലവ് വരുന്നത്. F-35 ഏതാണ്ട് $82 മില്യൺ ചെലവ് വരുന്നുണ്ട്. ടോമഹാക്ക് എന്ന് പറയുന്ന മിസൈലിന് $2 മില്യൺ ചെലവ് വരുന്നത്. ഇത് ഡസൻ കണക്കിനാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇറാനെ വളരെ പെട്ടെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്നുള്ള അമേരിക്കയുടെ തന്ത്രം പാളി. കാരണം അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന അവിടുത്തെ പരമോന്നത നേതാവിനെ വധിച്ചു. ഒപ്പം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന 40ഓളം ഈ പറയുന്ന ഉദ്യോഗ വൃന്ദത്തെയും ഇല്ലാതാക്കി. അതോടുകൂടി ഇറാൻ തീർന്നു എന്നാണ് കരുതിയത്. ഇപ്പം മഡൂറയെ പിടിച്ചുകൊണ്ട് പോയതുപോലെ അല്ലെ ഇറാഖിൽ സദ്ദാം ഹുസൈനെ തീർത്തതുപോലെയൊക്കെ തന്നെ ഈ രാജ്യങ്ങൾ പെട്ടെന്ന് കീഴടങ്ങിയതിന് സമാനമായി ഇറാൻ നിൽക്കുമെന്ന് കരുതി. പക്ഷെ അങ്ങനെയല്ല. ഇറാന്റെ പ്രതിരോധം വളരെ ശക്തമായിരുന്നു. 2-ാം നിരയിലേക്ക് വന്ന നേതൃത്വം വളരെ ശക്തമായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ വലിയ ആക്രമണം നടത്തുന്നു. ഈ രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് ബേസ് ഉള്ളത് കൊണ്ട് അവയെ പ്രതിരോധിക്കേണ്ട ബാധ്യതയും ഇപ്പോൾ US-ന്റെ തോളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്നത് $35,000 ചെലവഴിച്ച് ഡ്രോണുകൾ നിർമ്മിക്കുന്നു. ഈ ഡ്രോണുകൾ കൂട്ടത്തോടെ ഇസ്രയേലിന് നേരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെയൊക്കെ ആക്രമണത്തിനായിട്ട് തൊടുത്തുവിടുകയാണ് ചെയ്യുന്നത്. അമേരിക്ക ഇതിനെ പ്രതിരോധിക്കാനായിട്ട് $4 മില്യൺ ചിലവാക്കുന്നത്. അപ്പം ഇസ്രയേലിനെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ കൂടെ പൊതിഞ്ഞു പൊടിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ പൊതിഞ്ഞു പിടിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 80,000 മുതൽ 1,00,000 ഡ്രോണുകൾ വരെ ഇറാന്റെ ശേഖരത്തിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതായത് പ്രതിദിനം 2,500 ഡ്രോൺ എന്തായാലും ഇറാൻ ഇസ്രയേലിനെ അല്ലെങ്കിൽ അമേരിക്കയെ ആക്രമിക്കാനായിട്ട് അയക്കുന്നുണ്ട്. ഈ 2,500 ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു മാസം വേണം ഈ 2,500 ഡ്രോണൊക്കെ നിർമ്മിച്ചു വരാനായിട്ടും. എങ്കിലും ഓരോ മാസവും ഇത്രത്തോളം ഡ്രോണുകൾ നിർമ്മിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. ഇറാൻ ഈ ഡ്രോൺ നിർമ്മാണത്തിൽ വളരെയധികം മുന്നേറിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ വിശ്വസ്തരായ മറ്റ് രാജ്യങ്ങൾ കൂടി സംരക്ഷണം നൽകേണ്ട ബാധ്യത അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നു. അതോടുകൂടി അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കുറവുണ്ടാകുന്നു. അമേരിക്കയ്ക്ക് ഇപ്പം ഈ എണ്ണ വ്യാപാരം നടത്താൻ കഴിയുന്നില്ല. ഹോർമൂസ് കടലിടുക്കിലടക്കം കാര്യങ്ങൾ ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിലാണ്. അതുവഴി മറ്റ് ഷിപ്പുകൾക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. മാത്രമല്ല നേരത്തെ നമുക്കറിയാലോ ഇസ്രയേലുമായിട്ട് ഇറാൻ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു, 12 ഡേയ്സ് വാർ എന്ന് പറഞ്ഞിട്ട്. ആ യുദ്ധ സമയത്ത് ഇസ്രയേലിനെ പൊതിഞ്ഞു പിടിച്ചത് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. അന്ന് ഈ 150 താഡ് മിസൈൽ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ 12 ദിവസത്തേക്ക് ഇസ്രയേലിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചത്. എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള ആയുധ ശേഖരത്തിൻ്റെ 4/1 അന്ന് ചെലവഴിക്കപ്പെട്ടു. പിന്നീട് ഇപ്പോൾ എത്രത്തോളം ആയുധങ്ങൾ ചെലവഴിച്ചു പോകുന്നുവോ അത്രത്തോളം ആയുധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കണമെങ്കിൽ മാസങ്ങളുടെ പരിശ്രമം വേണ്ടി വരും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 8 മാസമെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഉപയോഗിച്ച് അത്രയും ആയുധങ്ങൾ തിരിച്ചവരുടെ ആവനാഴിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഈ യുദ്ധം ഇനിയും 4 ആഴ്ച കൂടി നീളുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ ഇറാൻ അതിനെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം തങ്ങൾ എത്രത്തോളം പ്രത്യാക്രമണം നടത്തുന്നോ അതിനനുസരിച്ച് അമേരിക്ക ആക്രമണത്തിനായിട്ട് തുനിഞ്ഞിറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ യുദ്ധവിമാനത്തെ ചിലപ്പോൾ വെടിവെച്ചിടാൻ കഴിഞ്ഞെന്ന് വരും, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കഴിഞ്ഞെന്ന് വരും. ഇറാൻ നടത്തിയ ഒരു ആക്രമണത്തിൽ ഇസ്രയേൽ 9 പേർ കൊല്ലപ്പെട്ടത് എന്താ? അവിടുത്തെ അയൺ ഡോം പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അതായത് തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയാൽ അയൺ ഡോമിനെ അത് തകർക്കുമെന്ന് ഇറാന് മനസ്സിലായിട്ടുണ്ട്. കൂടാതെ താഡ് പോലെയുള്ള വ്യോമ പ്രതിരോധ
പ്രതിരോധ സംവിധാനങ്ങൾ, ഇതിനൊക്കെയായിട്ട് ലക്ഷങ്ങളാണ് അമേരിക്ക ചെലവഴിക്കുന്നത്. മാത്രമല്ല ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒമാന്റെ നേതൃത്വത്തിലുള്ള ഒരു ചർച്ചയൊക്കെ ഇനിയും തുടരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇറാൻ അതുമായിട്ടൊന്നും യോജിക്കുന്നില്ല. ഇറാന്റെ ആത്യന്തികമായ ലക്ഷ്യം തങ്ങളുടെ കയ്യിൽ ആണവായുധം ഇല്ലെങ്കിൽ പോലും അമേരിക്കയുടെ ആയുധ കലവറയെ ഏതാണ്ട് ശൂന്യമാക്കാൻ വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുക. ഇതാണ് സംഭവിക്കുന്നത്. 4 ദിവസം കൊണ്ട് ഇറാൻ കീഴടങ്ങേണ്ടതായിരുന്നു, പക്ഷേ കീഴടങ്ങിയില്ല. ഇവിടെ ധാരാളമായിട്ട് അമേരിക്കയുടെ ആയുധങ്ങളിൽ കുറവ് വരുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന ഇപ്പം ആയിരക്കണക്കിന് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു സുരക്ഷാ സംവിധാനം വ്യാപിപ്പിക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ബാധ്യതയായിട്ട് മാറി. കാരണം ഈ പറയുന്ന ബഹറിനെ ആക്രമിക്കുന്നു, കുവൈറ്റിനെ ആക്രമിക്കുന്നു, സൗദിയെ ആക്രമിക്കുന്നു. അങ്ങനെ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുമ്പോൾ അതിനെല്ലാം അമേരിക്ക പ്രതിരോധിക്കണം. മാത്രമല്ല അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം വെടിവെച്ചിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 1000 കോടി രൂപയുടെ നഷ്ടമാണ്. അപ്പോൾ ഈ ആയുധങ്ങൾ നിർമ്മിക്കാനായിട്ട് വളരെയേറെ സമയം വേണം, പക്ഷേ ഇത് നശിപ്പിക്കാൻ വളരെ കുറച്ച് സമയം മതി. വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ഈ റോക്കറ്റ് അല്ലെ മിസൈല്, റോക്കറ്റ് ലോഞ്ചർ ഇതൊക്കെ ഉപയോഗിച്ച് ആക്രമണം നടത്തുമ്പോൾ കെട്ടിടങ്ങൾ തകർന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ഇതൊക്കെ ശരിയാ, പക്ഷെ പിന്നീട് ഇതിന് പകരമായിട്ടൊരു ആയുധം അവിടെ പുനഃസ്ഥാപിക്കണമെങ്കിൽ 8 മാസത്തേക്ക് കഠിന പ്രയത്നം വേണം. ഇതാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം ആലോചിച്ച് നോക്കും. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ തുർക്കിയുടെ കയ്യിൽ നിന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് കനത്ത ആക്രമണം നടത്തി. അന്ന് റഷ്യയുടെ S-400 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം, നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം, ഇതുപയോഗിച്ചാണ് ഈ ഡ്രോൺ ആക്രമണത്തെ തകർത്തത്. ഇതിപ്പോൾ അമേരിക്ക മനസ്സിലാകുന്നുണ്ട്. കാരണം യുദ്ധത്തിൽ എത്രയും മികച്ച പ്രതിരോധ ഉപകരണങ്ങൾ ഉണ്ടായി എന്നതല്ല വിജയം നേടാനായിട്ട് സഹായിക്കുന്നത്, കാരണം എത്രത്തോളം മികച്ച രീതിയിൽ സമർത്ഥമായിട്ട് അതിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി തുർക്കിയുടെയും മറ്റു രാജ്യങ്ങളുടെയും കയ്യിൽ നിന്ന്, ഇപ്പോൾ ചൈനയുടെ കയ്യിൽ നിന്ന് ഉൾപ്പെടെ വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ മേടിച്ചപ്പോൾ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ ആകാശ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് ഇപ്പം നോക്കുന്നത് എന്താ, ഗൾഫ് രാജ്യങ്ങൾ നോക്കുമ്പോൾ റഷ്യയുടെ S-400 സമാനമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും ഒക്കെ ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇന്ത്യയിൽ നിന്ന് അത് വാങ്ങിയാൽ ഇന്ത്യയുടെ ഒരു സംരക്ഷണം കിട്ടും. പക്ഷേ കുറേ കാലമായി അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, അമേരിക്ക പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് അതിലേക്ക് പെട്ടെന്നൊന്ന് സ്വിച്ച് ചെയ്ത് മാറാനൊന്നും പറ്റില്ല. പതിയെ അതിലേക്ക് മാറണം. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇപ്പം ലോകം തിരിച്ചറിയുന്നുണ്ട്. നമുക്ക് നേരെയും കടുത്ത ആക്രമണം നടന്നത്. എന്തിന്? നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹി ആക്രമിക്കാൻ പോലും പാകിസ്ഥാൻ ശ്രമങ്ങൾ നടത്തി. പക്ഷേ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് പൂർണ്ണമായിട്ടും തകർത്തെറിഞ്ഞു. ഇവിടെ കുറഞ്ഞ ചെലവിൽ ഇറാൻ ഡ്രോണുകൾ നിർമ്മിക്കുന്നു, പല ഭാഗത്തും ആക്രമണം നടത്തുന്നു. ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഏറെ ചെലവേറിയ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കയ്ക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. $35,000 വെച്ചൊരു ഡ്രോൺ ഉണ്ടാക്കി ഇറാൻ വിടുമ്പോൾ അതിനെ തടയാനായിട്ട് $3 ലക്ഷം ചെലവഴിക്കേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അത് വലിയ ബാധ്യതയാണ്. മാത്രമല്ല ഇപ്പോൾ അമേരിക്കൻ ജനത ഈ യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. കാരണം അവിടുത്തെ സമ്പദ് വ്യവസ്ഥ ഇത് ബാധിക്കും. മാത്രമല്ല അവിടുത്തെ സൈനികർ കൊല്ലപ്പെടുന്നതെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർ വളരെ നിസാരമായി കാണുന്ന ഒരു രാജ്യമല്ല ഇറാൻ. അവരുടെ പ്രത്യാക്രമണം കൂടുതൽ കടുത്തു വരുന്നു. ഏതെങ്കിലും സാഹചര്യത്തിൽ റഷ്യയുടെയും ചൈനയുടെയും കൂടെ സഹായം കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ അമേരിക്കയുടെ ആയുധ ശേഖരത്തിൽ വമ്പൻ കുറവ് വരുത്താൻ ഇറാന് സാധിക്കും. അതോടുകൂടി അമേരിക്കയെ സാമ്പത്തികമായിട്ട് കുറേയൊക്കെ പാപ്പരാക്കാനും സാധിക്കും. ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആയുധ ശേഖരത്തിൽ വലിയ കുറവ് വരുന്നത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം എത്ര കാലം നീണ്ടുപോകും എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.